ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്പിരിറ്റെ നമുക്കറിയേണ്ടത് ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം, വന്നതിലും കണക്ട് ചെയ്തതിലും. അല്ലാതെ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയുടെ പാർട്ടാണെങ്കിൽ ഒരുപാട് സന്തോഷം, വെൽക്കം ബാക്ക്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഒരു കളക്റ്റീവ് എനർജി എടുത്താണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എല്ലാ മെസ്സേജസും നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെസണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം റെസണേറ്റ് ചെയ്യിപ്പിക്കരുത്. എല്ലാവർക്കും റെസണേറ്റ് ആകില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് പോലും റെസണേറ്റ് ആവണമെന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെ എനർജിയാണ് ഇത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ പ്രഡിക്ഷൻസ് അല്ല, ഇതൊക്കെ എനർജി റീഡിങ്സ് ആണ്. അപ്പം അതിനെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു എനർജിയും വെച്ച് തന്നെ കാണുക. ഓക്കെ, ഇതിനകത്ത് ഇഷ്ടംപോലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ നെഗറ്റീവ് കാര്യങ്ങൾ വിളിച്ച് വാതോരാതെ പറയത്തിൻ്റെ മെയിൻ റീസൺ, നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യത്തിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചുറ്റും നമുക്ക് ആൾക്കാരുണ്ട്. പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കേൾക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, സോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി എൻ്റെ ഭാഗത്തു നിന്നും കൂടെ നെഗറ്റിവിറ്റി തരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പം മാക്സിമം നമുക്കിതിനകത്തുനിന്ന് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുപോകാം. കാരണം നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ എന്ത് അറിയുന്നു, അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും നമ്മുടെ ലൈഫിൽ ആ ഒരു നെഗറ്റീവ് എനർജീസ് തന്നെ കൂടുതൽ മാനിഫെസ്റ്റായി വരും. അതേസമയം നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലൊന്നും പറയത്തക്ക രീതിയിൽ പോലും ഒന്നും കാണില്ല. അപ്പം അയ്യോ ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഇതെൻ്റെ എനർജി അല്ല എന്നുള്ളതെങ്കിൽ അതും ചിലപ്പോൾ മേ ബി ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങളിത് കേൾക്കാനുള്ള ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ റാൻഡംലി ഈ പറഞ്ഞ പോലെ നിങ്ങൾ കേട്ടതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമ്മൾ ഓരോരുത്തരും റെഡി ആവണം ഓരോന്നിനും. നമ്മൾ ഉള്ളുകൊണ്ട് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ റീസൺസ് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ എന്താ പറയുക, നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതിയിൽ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് റെസണേറ്റ് ചെയ്യുന്നത് അത് എടുത്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ അല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന്. സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വരുന്ന ഒരു ഗൈഡൻസാണ്. ഇന്നത്തെ ഗൈഡൻസാണ് നമുക്ക് വേണ്ടുന്നത്. ഇന്നത്തെ ഗൈഡൻസാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ആർക്കേഞ്ചൽ മൈക്കിൾ, സ്പിരിറ്റ്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് എനിക്കൊന്ന് കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഈ ഹാങ്ഡ് മാൻ എനർജി കിടന്ന് കറങ്ങുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ റീഡിങ്സിനകത്ത് ഈവൻ കുറച്ച് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ്റെ കാർഡ് വരുമ്പോൾ കുറച്ച് സ്റ്റക്ക് സിറ്റുവേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാർക്കും സ്റ്റക്ക് സിറ്റുവേഷൻസും കാര്യങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. എന്തുകൊണ്ട് ഈ സ്റ്റക്ക് സിറ്റുവേഷൻ വന്നെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് വരിക എന്ന് പറയും. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ പലർക്കും വരാം. ഓക്കെ, ഇന്നത്തെ ദിവസം വളരെ റിലവൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും സ്പിരിച്വൽ റൊട്ടീൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ അഫർമേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ ദിവസവും അഫർമേഷൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഓക്കെ, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, സപ്ലിമെൻറ്റ്സ് കേൾക്കുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ റൊട്ടീൻസ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. അതിൻ്റെയൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ കുറേ ദിവസമായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, പറയുകയൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ലൈഫിൽ പല പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങും. എനിക്ക് അതിനകത്ത് നിന്ന് അത്രയും എനർജീസ് കിട്ടി. 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ഇന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഭയങ്കര വലിയ ഡൊണേഷൻസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങളിൽ പല ആൾക്കാർക്കും ഇന്ന് ഈ പറഞ്ഞ പോലെ ഡൊണേഷൻ കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് അതനുസരിച്ച് കൊടുക്കുക. ചില ആൾക്കാരുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ രീതിയിലും ഇമോഷണലി ഇംബാലൻസ് ആണ്. നമ്മൾ പറയില്ലേ, ബാലൻസിങ് ഓഫ് എനർജീസ് ഭയങ്കര കുറവാണ്. നമുക്കറിയാം ഡിവൈൻ മാസ്കുലിൻ അതുപോലെ ഫെമിനിൻ എനർജി ഒന്നും ബാലൻസിലല്ല എന്നുള്ളത് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ പറയില്ലേ, ഈ പറഞ്ഞ
എനർജീസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ ഈ ബാലൻസിൻ്റെ എനർജി വന്നോളും. ഓക്കെ, ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് ആവുക, പല കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്ത് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയിലേക്ക് വരിക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര കൊടുക്കുന്നോ അത്രയും തന്നെ നമ്മൾ മറ്റുള്ളവരൊന്ന് എന്താ പറയുക, അതൊരു പ്രത്യേക എനർജിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്നു, അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നു. ആ ഒരു എനർജിക്കുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങളിൽ പല ആൾക്കാരും മനസ്സിലാക്കുന്നു. നിങ്ങളിൽ പല ആൾക്കാരും ചുമ്മാ എന്താ പറയുക, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങോട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഒരംശം പോലും തിരിച്ച് കിട്ടുന്നുണ്ടാവില്ല. ഗിവ് എന്നുള്ള എനർജി ആയിരുന്നു നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളിനി അതിൽ നിന്ന് ചേഞ്ചായി എന്താ പറയുക, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് ടേക്ക് ആയിരിക്കും. അതായത് നമ്മൾ പിന്നെ എല്ലാവരുടെയും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നു. ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വേറൊരാളുടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് സ്വീകരിക്കുന്ന പോലും. പക്ഷേ നിങ്ങൾ അതിന് ഇമോഷണലി അവൈലബിൾ ആവും, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചും കുറച്ചുകൂടി ഡെപ്തിൽ ചിന്തിക്കും. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി എനിക്ക് ഇതിനകത്തുനിന്ന് 6 ഓഫ് പെൻറ്റക്കിൾസിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ഒരാൾ കൊടുക്കുന്ന ആളാണെങ്കിൽ കൊടുത്തുകൊണ്ട് മാത്രം ഇരിക്കുന്നു, തിരിച്ചിങ്ങോട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു ലൈക്ക് എവിടെയോ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പം അതനുസരിച്ച് നമ്മുടെ ലൈഫിൽ എന്താ ചേഞ്ച് വരുത്തേണ്ടതെന്ന് വെച്ചാൽ ചേഞ്ച് വരുത്തി ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജിയിലേക്ക് മാറുന്നു. ചില ആൾക്കാർ ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം കുറച്ച് എന്താ പറയുക, പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുന്നു. ഓക്കെ, ആക്ഷൻ എടുക്കുന്നു. മുന്നോട്ട് പോകാനായിട്ടായിരുന്നാലും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, എക്സസൈസ് ചെയ്യണം പറയുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് അതിന് എഫർട്ട് എടുക്കാൻ വയ്യ. പക്ഷേ നിങ്ങൾ ആ ഒരു ചെയ്യണമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി സമർപ്പണ ബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്തു തുടങ്ങിയാൽ ആ ഒരു സമർപ്പണ ബോധത്തിൻ്റെ എനർജിയിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും ഇന്നത്തെ ദിവസം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ഹെൽപ്പ്, കുറച്ച് എന്താ പറയുക, ഫൈനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്നൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ചിലപ്പം ഈവൻ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും നമുക്ക് വണ്ടിക്കൂലി തന്നായിരിക്കും. പക്ഷേ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇന്നത്തെ ദിവസം ഞാൻ കാണുന്നുണ്ട്. കിങ് ഓഫ് വാണ്ട്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഇടുന്നില്ലല്ലോ എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ഡിവൈൻ കണക്ഷൻ തന്നെയാണോ, അതോ ഈ പറഞ്ഞ പോലെ വല്ല കാർമിക് കണക്ഷൻസൊക്കെയാണ് ഇതിനകത്ത് കയറിപ്പെട്ടിട്ട് ഞാൻ ഇനി ബാക്കിയുള്ള അനുഭവിക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. അതിനകത്തു നിന്നുള്ള എല്ലാ ഡിവൈൻ എനർജീസും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഡിവൈൻ കണക്ഷന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ. ഇതിപ്പം ഇന്നത്തെ മാത്രമുള്ള എനർജി ആയിട്ടില്ല, ഈ പറഞ്ഞ പോലെ ഒരു 30 ഡേയ്സിൻ്റെ എനർജി ആയിട്ട് എടുക്കണേ. ഈ ഡിവൈൻ കണക്ഷൻ 30 ഡേയ്സിനകത്ത് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. എന്താ പറയുക, ഇതിനകത്ത് ഇപ്പം നിങ്ങൾ 2 പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങളിൽ ഒരാൾ മാത്രം എപ്പോഴും ഇമോഷണലി അവൈലബിൾ ആവുന്നു. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഫൈനാൻസ് പരമായിട്ടായിരുന്നാലും എല്ലാ രീതിയിലും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റേ ആളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ നെക്സ്റ്റ് 30 ഡേയ്സിനകത്ത് ഈ പറഞ്ഞ പോലെ അതൊരു തിരിച്ചറിവാണ്, മനസ്സിലായത്. നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവുന്നു, നമ്മൾ ഫൈനാൻഷ്യലി അവൈലബിൾ ആവുന്നു, നമ്മൾ ടൈംലി അവൈലബിൾ ആവുന്നു. ഓക്കെ, എല്ലാ രീതിയിലും നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ മറ്റേ ആളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി എന്താ പറയുക, ഇംബാലൻസ് സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അവിടെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി ഇല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചിന്തിക്കും ലൈക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അതിനകത്ത് നമുക്ക് പല തിരിച്ചറിവുകളും വരുന്നതായിട്ടാണ്. ഏതെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ്റെ ക്ലാരിറ്റി ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സിൻ്റെ കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഇമോഷണലി നിങ്ങൾ കുറച്ച് എന്താ പറയുക നല്ലൊരു എനർജിയിലായിരിക്കും ഇന്നത്തെ ദിവസം. ഇമോഷണൽ എനർജീസൊക്കെ ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പല പേഴ്സണൽ എനർജീസ് കാണുന്നുണ്ട്. നിങ്ങൾ ചില ആൾക്കാർ ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ പേഴ്സണെ പോയി മീറ്റ് ചെയ്ത് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും. അതിന് കറക്റ്റ് ഗൈഡൻസ് കിട്ടും.
ഓക്കെ. എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അടുത്ത് ചോദിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആളിനെ നമ്മൾ പറയില്ല. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വിളിച്ച് പറയും, ഓ നിനക്ക് അതാണ് ഇഷ്യൂ, അത് പറയണ്ടായിരുന്ന, പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് ഈ പർട്ടിക്കുലർ ഓഫീസിൽ, ഒന്ന് വിളിച്ചാൽ മതി, ഈ പുള്ളിയെ വിളിച്ചാൽ മതി, വളരെ സപ്പോർട്ടീവാണ്, വേണ്ടുന്ന ഗൈഡൻസ് തരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് ഞാനിവിടെ കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇമോഷണലി ഓക്കെ അല്ലാത്ത സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിവൈൻ ഹീലിംഗ് എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ. ഹീലിംഗ് എനർജി, ഡിവൈൻ കണക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണലി നമ്മൾ ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടുന്ന ഒരു സംഭവമാണ് ഈ ഡിവൈൻ എനർജി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിയാലിറ്റിയിൽ ഞാൻ കാണുന്നുണ്ട്. വാവ്. ഇവർ 3 പേർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ആളാണ് ഈ പറഞ്ഞ എംപറർ. ഓക്കെ. ഈ 3 പേർക്ക് മാത്രമല്ല, ഇവിടെ കിങ് ഓഫ് സോർട്സിൻ്റെ ഒരു കുറവും കൂടി മാത്രമേ ഉള്ളൂ. അതും കൂടെ ആയ ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള 4 പേരും കിങ്സിൽ 4 സൂട്ടിൽ 4 പേരും ആയനെ. അപ്പം ഇവർക്കെല്ലാം ഗൈഡൻസ് കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ ചില ആൾക്കാർക്കെങ്കിലും ഫീൽ ചെയ്യും, നമ്മൾ പറയില്ലേ, അച്ഛനമ്മമാരായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ലൈഫിലുണ്ട് എന്നുള്ളതും അവരുടെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ ആൻസിസ്റ്റർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഓക്കെ. അത് നിങ്ങളുടെ ലൈഫിലുണ്ടെന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലൈക്ക് എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് എൻ്റെ ലൈഫിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ റിയാലിറ്റിയിൽ കാണുന്നുണ്ടെന്ന് വരും. പലതും നിങ്ങളുടെ ഓഫ് കോഴ്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഓക്കെ. പല മാനിഫെസ്റ്റേഷൻസിൻ്റെ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും മറന്നുപോയതോ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ്റെ ആ കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കാരണം എന്തെങ്കിലുമൊക്കെ വരട്ടെ, നമ്മുടെ റിയാലിറ്റിയിൽ പലതും വരുമ്പോഴാണ് നമുക്ക് ആ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. യെസ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നടക്കുന്നു, പോസിറ്റീവുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇവിടെ ഞാനൊരു അഫർമേഷൻ്റെ കാർഡും കൂടെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അഫർമേഷൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സ്പിരിറ്റ് എനിക്ക് ഇന്നത്തെ ദിവസം ഇവർക്ക് ഓരോരുത്തർക്കും റെലവൻ്റ് ആവുന്ന ഒരു അഫർമേഷൻ, വാവ്, സ്പിരിറ്റ് നമുക്ക് തള്ളിയിട്ട് തന്നിട്ടുണ്ട്. നമുക്കത് തന്നെ എടുക്കാം. വാവ്. സെൽഫ് കോൺഫിഡൻസ്. ഇവിടെ ആർക്കൊക്കെയോ ലാക്കിംഗ് ആണ്, അതിലെനിക്ക് ഡൗട്ടൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. നിങ്ങൾക്ക് എഴുതാം, ഒന്നുകിൽ ബ്യൂട്ടിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ അത്ര ബ്യൂട്ടിഫുൾ അല്ലാന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് എഴുതാം, ഐ ആം ഗോർജിയസ് എന്ന് എഴുതാം, ഐ ആം യുണീക്ക് എന്ന് എഴുതാം, ഐ ആം സ്പെഷ്യൽ എന്ന് എഴുതാം. ഉറപ്പായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഐ ആം സ്പെഷ്യൽ. ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടത്. നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യലാണ് ഗൈസ്. ട്രസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ലൈഫിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ യുണീക്നെസ്സും ബ്യൂട്ടിയും ബ്ലെസ്സിങ്സും അബണ്ടൻസും ഒക്കെ വരട്ടെ. എല്ലാ ലൈഫിലും അതൊക്കെ വരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണക്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഒക്കെ വരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും വരും ബ്ലെസ്സിങ്സ്. കുറച്ച് ഡിലേയ്സ് ഉണ്ടാവും. നമ്മൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നാളെ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കണ്ട. പിന്നെ നിങ്ങൾ പല ആൾക്കാരും പറയും, ഓ ഇങ്ങനെ പറയല്ലേ മാം, നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആൾക്കാരാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയും, നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബാക്കിലോട്ടായിപ്പോയി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ലൈഫിൽ മുന്നേറിപ്പോയില്ലേ, ഞാൻ മാത്രം പുറകിലോട്ടായി, ഒന്നുമില്ല. നമ്മൾ എവിടെയും എത്തേണ്ട സമയം നമ്മൾ പറയും, കറക്റ്റായിട്ട് നമ്മൾ എത്തേണ്ടടുത്ത് എത്തും എന്ന് പറയില്ലേ, അത് ഉറപ്പാണ്. അത് ട്രസ്റ്റ് ചെയ്യുക. എല്ലാത്തിനും ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ട കാര്യം കൃത്യമായിട്ട് നടക്കും. നമ്മൾ പറയില്ലേ, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നടക്കും എന്നൊക്കെ പറയുന്ന ചുമ്മാതൊന്നുമല്ല. ഉറപ്പായിട്ടും അതൊരു ഡിവൈൻ ടൈമിംഗ് ആണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എൻ്റെ ലൈഫിൽ ആ ഡിവൈൻ ടൈമിംഗ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ സമയങ്ങളിലും. സോ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തും പറയും, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. ഡിവൈൻ ടൈമിങ്ങിനും ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ ബ്ലെസ്സിങ്സ് ട്രസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ട്രസ്റ്റാണ്. ഓക്കെ. ഓൾ റൈറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും എടുത്തുകൊണ്ട് പോവുക. പറ്റുവാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക അഫർമേഷൻ എഴുതുക. ഓക്കെ. കമൻറ്റ് ചെയ്യുക. ഓൾ റൈറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.